ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആദമ്മയും ഞാനും എൻ്റെ എള്ളയും കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് കട്ടൊക്കെ നിന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എനിക്ക് ബാധ്യത പോലെ ഒന്നുമല്ല, ഇപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴക്കൊന്നും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല രാമാ എന്ന് പറയണ പോലെ തന്നെ ഞങ്ങൾ റെയിൻ കോട്ട്, എനിക്കും ആദ്യം എല്ലാവർക്കും റെയിൻ കോട്ടും അതുപോലെ തന്നെ എനിക്ക് കുടയും കൂടി ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ചാവക്കാട് സ്മാർട്ടിലെത്തിയിട്ടോ. സ്മാർട്ടിൽ വരണതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഓഫർ, ഒരുപാട് ഓഫർ ഉണ്ട് നമ്മുടെ സ്മാർട്ടിൽ. ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ ഏത് സ്നാക്സ് ആയാലും. ഇപ്പോഴത്തെ കേക്കിനാണ് കേട്ടോ ഓഫർ ഉള്ളത്. ഇവിടെ എല്ലാം റൈസ് പോലെ മിഠായി, ടോയ്സ് എല്ലാത്തിനും നല്ല ഓഫറാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദം വന്നപ്പോൾ തന്നെ പതുമച്ചി എനിക്ക് ഐസ്ക്രീം മേടിച്ചേരണം കേട്ടോ എന്നിട്ടാട്ടോ എൻ്റെ മോനെ കയറിയത്. ഫസ്റ്റ് എൻ്റെ മോൻ പറഞ്ഞത് ഷവർമ്മ വേണം എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഷവർമ്മയും കഴിച്ചു, ബാർബിക്കൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ചു വന്ന് കൂടെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വീഡിയോ ഇട്ടുണ്ട്, കാണാത്തരം എന്തായാലും ഒന്ന് പോയി കാണും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിന് മുന്നത്തെ ഇതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഐസ്ക്രീം മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇതിലാകെ മെൽറ്റ് ആയതാണ് കേട്ടോ. ചോക്കോബാറും മറ്റേ മെഗാബാർ അങ്ങനെ കുറേ കുൽഫിയൊക്കെ ഉണ്ട്. പക്ഷേ മെൽറ്റായിട്ട് ആകെ ഒരു ഇതായിക്കണം. അപ്പം ഞാൻ അതമ്മേ ഇതിലുണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ പോയി നോക്കാമെന്ന് കേട്ടോ. പക്ഷേ ഈ സൈഡിൽ നോക്കിയപ്പോഴാണെങ്കിലോ ഒക്കെ 95, 195 ആ റേറ്റുള്ള ചോക്കോബാറാണ് കേട്ടോ. അപ്പം ഞാൻ ആദമിനെ മെല്ലെ പിടിച്ച്, ആദമ്മേ നമുക്ക് അപ്പുറത്ത് പോയേക്കാം, അവിടെ നല്ല ഐസ്ക്രീം ഉണ്ടാവും, മെൽറ്റാവാത്ത നല്ല ചോക്കോബാർ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ ആദമ്മ നോക്കിയ മെച്ചേന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് ഇവിടുന്ന് നമ്മൾ എല്ലമോളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മാംഗോ ബാർ അല്ലെങ്കിൽ മാംഗോ ഇതിലായിട്ട് വരുന്ന ഒരു ഐസ്ക്രീം ഉണ്ട്, അതൊക്കെ നോക്കിയപ്പോൾ അതിനൊക്കെ റേറ്റ് വന്നത് ഗൈസ് 95 രൂപയ്ക്കാണ് കേട്ടോ അതിന് വന്നത്. അപ്പോൾ ഒരു ഐസ്ക്രീം അല്ലേ, പത്രതൊന്നും മുമ്പൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെ വീട് നല്ലൊരു ചോക്കോബാർ മേടിച്ച് കൊടുത്തിട്ടോ രണ്ടുപേർക്കും. അങ്ങനെ അത് എടുത്തിട്ട് ഞങ്ങൾ നേരെ നടന്നു കിട്ടും കണ്ട്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചില്ലറ എന്തെങ്കിലുമൊക്കെ നോക്കിയാലാണ് നമുക്കൊന്ന് കറങ്ങി കടച്ചാലാണ് ഇനി എന്തൊക്കെ മേടിക്കണം എന്നറിയാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ഓറിയോ എന്തെങ്കിലുമൊക്കെ വേണം, എനിക്കിതൊന്നും വേണ്ട മുച്ചി, എനിക്ക് ഐസ്ക്രീം കിട്ടില്ല, അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും വലിയൊരു ഹാപ്പി എടുത്തിട്ട്, എൻ്റെ ഫേവറേറ്റാണ് ഹാപ്പി. പക്ഷേ ആദമിൻ്റെ ഫേവറേറ്റാണ് ഓറിയോ. പക്ഷേ ഞാൻ ഓറിയോ എടുത്തില്ല ഗൈസ്, കാരണം ഓറിയോ ഇപ്പോൾ ആദമും എല്ലാം ബേബി അടക്കം ക്രീം മാത്രം എടുത്ത് കഴിച്ചിട്ട് ബാക്കി എല്ലാം അവിടെ ഇടുകയാണ്. അതുകൊണ്ട് ഞാൻ ഓറിയോമ്മക്ക് ഞാൻ പോയില്ല. ഡാർക്ക് ഫാൻറ്റസിയിലാണ് ഹാപ്പിയാണ് എടുത്തത്. ഇനി അടുത്ത നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ തപ്പിപ്പോയത് നെഗറ്റ്സ് ആണ് കേട്ടോ. ആദമിൻ്റെ വേറൊരു ഫേവറേറ്റാണ് നെഗറ്റ്സ്. അത് ഞങ്ങൾ വീട്ടിലിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ നെഗറ്റ്സൊക്കെ. അപ്പം ഞാൻ അവനക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണോന്ന് വെച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അത് അവൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അധികം പറയാൻ നിന്നില്ല. നെഗറ്റ്സ് നമുക്കിവിടെ ഇല്ല. അപ്പം നമുക്കിന്ന് വേറെ ഷോപ്പിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയും നടന്നു ഗൈസ്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയില്ല. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, പക്ഷെ ഇവിടെ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പൊട്ടോട്ടോയുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ മേടിച്ചില്ല. കാരണം അതൊന്നും കഴിക്കാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് വെറുതെ എന്തിനാ അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ബില്ലടിക്കാൻ പോയിട്ട് നമ്മൾ ഇത്ര മേടിച്ചിട്ട് പിന്നെ ആദ്യമേ ടോയ് മേടിച്ചു കൊടുത്തിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. വാപ്പിച്ച് എവിടെ പോയില്ല അവനക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോയ് മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനക്ക് അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ അത് മേടിച്ചു കൊടുത്തു. എല്ലാം ഓഫറായിട്ടാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മേടിച്ചു എന്നിട്ട് ഞാൻ ഐസ്ക്രീം നമുക്ക് മെൽറ്റാവും, അത് വീട്ടിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു ബ്രേക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ, മഞ്ചല്ല ബ്രേക്ക് മേടിച്ചു കൊടുത്തു. ആദ്യമേ ചോക്കോബാർ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് അവിടെ നിന്ന് കഴിപ്പിച്ച് ഇനി നമുക്ക് ആദമിന് ഒരു ബെൽറ്റ് തപ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ആദമിന് ബെൽറ്റ് നോക്കിയിട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ഫാഷൻ വേൾഡിൽ പോയപ്പോഴാണ് നമുക്ക് ബെൽറ്റ് കിട്ടിയത്. അപ്പോൾ ആദമിന് കറക്റ്റായിട്ടുള്ള ഒരു ബെൽറ്റ് കിട്ടി. അത് നമ്മൾ പണ്ടത്തെ മറ്റേ ബെൽറ്റില്ല, ഇങ്ങനെ കറക്കണ ഒരു മോഡൽ, ആ ഒരു ബെൽറ്റാട്ടോ കിട്ടിയത്. ആദമിൻ്റെ ഈ പാൻറ്റ് ഭയങ്കര ലൂസായിട്ട് ഇടാണ്ട് ഇരുന്നിട്ട് എന്തൊക്കെ തീരെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ബെൽറ്റ് വേണം എനിക്ക്. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഞാനൊരു ബെൽറ്റും കൂടി മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഞാൻ 2-3 കടയിൽ കയറി, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ കുട്ടി ആ കവർ എനിക്ക് തരണമില്ല, ആ കവറിൽ അവൻ്റെ ചെരുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതും നമ്മൾ എല്ലാവരുടെ കാൽമ എടുക്കണ ആ ഒരു ഷൂ അതുണ്ടല്ലോ, അത് നമ്മൾ ഇപ്പോൾ മേടിച്ചാണ് കേട്ടോ. എന്നിട്ട് അവളെ കാലം ഷൂ ഞാൻ വേഗം എടുത്ത് വെച്ചിട്ട് അവൾക്ക് അത് മേടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ആദമിന് ഒരു ഡെയിലി യൂസിന് പറ്റിയൊരു ചെരുപ്പും നമ്മൾ മേടിച്ചു കേട്ടോ.
അതിന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർക്കുള്ള ഒരു ആദ്യമൊരു ഷൂ എടുത്ത് ഡെയിലി യൂസിനായിട്ട് ഒരു ചെരുപ്പ് എടുത്ത് അതുപോലെ എല്ലാവർക്കും ഈ ഒരു സംഭവം എടുത്തിട്ട് ക്രോക്സ് എടുത്ത് കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ ആദമിൻ്റെ ബെൽറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെ ഇവിടുന്ന് തന്നെ ഇട്ടോന്ന് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ തന്നെ ആ പാൻറ്റ് ലൂസാണ്, അപ്പോൾ ഇവിടുന്ന് തന്നെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ആളെ ബെൽറ്റ് ഇട്ട് അറേഞ്ച് ചെയ്ത് അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട്. കാരണം എന്തോ എനിക്ക് ബെൽറ്റ് ഈ ഒരു ബെൽറ്റിൻ്റെ ടെക്നിക്ക് എനിക്കറിയില്ല. കാരണം അത് എന്തോ ഇവിടെ ടൈറ്റ് ആക്കാനൊക്കെ ഇടുന്നിട്ട് അതൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ആദമിൻ്റെ ബെൽറ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ എൽന ബേബി നോക്കണം, അവൾക്കും വേണം എന്നിട്ട് കണ്ടില്ലേ ഇതാ കറക്കണ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ മറ്റേ ഏതൊരു പാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതോ സലീം കുമാറിൻ്റെ ഏതൊരു പാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബെൽറ്റിൻ്റെ. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ബെൽറ്റും പിടിച്ച് കളിക്കണം കേട്ടോ. അവന് ഭയങ്കര ക്ഷമ, റോട്ടി വെച്ച് കളിക്കലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദമീനെ പറഞ്ഞ് നമ്മുടെ മാമാടെ കടയിൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് മാമാടെ കടയിൽ മാമാടെ കട ഉണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞ് കുറേ ദിവസമായി മാമാനെ കണ്ടിട്ട് നമുക്ക് മാമാടെ കടയിൽ പോവാൻ വെച്ച് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയണം മാമാടെ കടയിൽ ഉണ്ടാവും ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം മാമാടെ കടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആൾക്ക് പോണെന്ന് പറഞ്ഞിട്ടോ. റഷീദ് മാമ ഓക്കെ, ഇവിടെ ഒരു മാമ ഉണ്ട്, മാമനെ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മാമാനെ കാണാൻ പോട്ടാ. മാമാനെ കാണാൻ ആരെ കാണാനാ പോണ്? സുഖാർത്തി പറയും റഷീദ് മാമാനെ, എൻ്റെ മോൾക്ക് റഷീദ് മാമാനെ കാണാൻ തോന്നുന്നിട്ട് പറഞ്ഞുണ്ട് മോൻ. ഞാനവിടെ മാമാനെ കാണാൻ പോയി, മാമാനോട് കുറച്ചേരം സംസാരിച്ചിരുന്നു. പക്ഷെ മാമാനെ കാണാൻ പോയപ്പോൾ ഇവനക്ക് ഭയങ്കര നാണം, മിണ്ടണില്ലത്. ഞാൻ എന്തോ നിർബന്ധിച്ച് കൊണ്ടുപോയ പോലെ. മൂപ്പരാളാണ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ. പക്ഷെ മൂപ്പരാൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര നാണം, മാമാടെ മുണ്ടണമെന്നില്ല. അപ്പം നീ എന്നല്ലടാ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് പിടിച്ചോർന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ പിടിച്ച് കൊടുന്ന പോലെ ആയിട്ട് മൂപ്പരാളവിടെ മൂപ്പരാൾക്ക് കാണുന്നിട്ട് കൊണ്ടുപോയത്. എന്നിട്ട് നേരെ അതിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്, നമ്മുടെ ചാവക്കാട്. ഇവിടെ പാർക്ക് ഞങ്ങൾ ഡെയിലി വിസിറ്റിംഗ് പോലെയാണ്. ഞങ്ങൾ മിക്ക ദിവസം കണ്ട് വരും കേട്ടോ ഈ ഒരു പാർക്കിലോട്ട്. അപ്പോൾ നമ്മളെ എൽന ബേബി ആദ്യം വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ടിരുന്നതാണ്. അവൾ കയ്യിൽ വെച്ചിട്ട് കയ്യിലൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുവരും മൊമ്മേനൊക്കെ. ആ ആളിപ്പോൾ ഓടിക്കേറാണ്. മറ്റേത് വന്നാൽ അങ്ങനെ നോക്കി ചെറിയ ചെറിയ കളിക്കണക്കള മാഷാ അല്ലാ. ഇപ്പോൾ അവൾ മൊമ്മേൻ്റെ ഒപ്പം തന്നെ ഓടിപ്പോയിട്ട് എല്ലാത്തിലും കളിക്കണം കേട്ടോ. മൂപ്പരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എന്താ ബാങ്ക് കൊടുക്കണ്ട കേട്ടോ ഗൈസ്, ബാങ്ക് കൊടുക്കുന്ന ടൈമായി. എന്നിട്ടും ഞങ്ങൾക്ക് പോകാനായിട്ടില്ല കേട്ടോ വീട്ടിലോട്ട്. ഞാനും എൻ്റെ അതും ഇവിടെ ബെൽറ്റിൻ്റെത് ഇപ്പോഴും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്, ബെൽറ്റ് കറക്കണതൊക്കെ ഉണ്ട് എന്നിട്ട് കളിക്കാണ്ട് എന്നിട്ട്. പിന്നെ ഇവിടെ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും ഞാനിവിടെ എൽനാനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ അങ്ങനെ നടക്കാൻ വരും. എല്ലാം മോളെ വിളിച്ചിട്ട് ഇത് തീരെ കൂട്ടാക്കണില്ല കേട്ടോ. മൂപ്പരാളെ ഒന്നല്ലെങ്കിൽ ഒന്നുമല്ല ഇങ്ങനെ ഓടിക്കേറാണ് കേട്ടോ. നമ്മളെല്ലാം മോള് തീരെ വരണില്ല. മറ്റേത് മൂപ്പരാള് ആദമാണ് വരാണ്ടിരുന്നത്. ഇപ്പോൾ അത് ബട്ട് നമ്മളെ ആദം പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം ബേബി വീണ്ടും വേറെ ഏതുമിലേക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കാം കേട്ടോ. മൂപ്പരാൾ ഇതുമേൽക്കാണ് ഓടിയത്, കാരണം ഇതാണല്ലോ അടുത്തുള്ളത്. അപ്പോൾ മൂപ്പരാൾക്ക് ഇരിക്കാൻ ഒരാൾ ഇരിക്കണമല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ മൂപ്പരാൾക്ക്
അപ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൂപ്പരാൾ അങ്ങനെ ആസ്വദിച്ചിരിക്കായിരുന്നു. പിന്നെ ഞാൻ അതിൽ വേഗം എണീപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോക്കുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു, നല്ല ഇരുട്ടായി വന്നിട്ടുണ്ട് കേസ്. അപ്പം മൂപ്പരാളന്ന് ചെറുതായിട്ട് ഒന്ന് വീണ് പോയിട്ടോ കേസ് ഓടി. അപ്പോൾ ആൾ ചെരുപ്പ് ഇട്ട് അവൻ്റെ കാലെന്തോ ചെരുപ്പ് ഇതായിട്ട് വീണതാണ്. അപ്പോൾ മൂപ്പരാളൊന്ന് വീണ് കരഞ്ഞൊന്ന് നമ്മൾ എടുത്ത് കൊഞ്ചിക്കണം. അല്ലാണ്ട് അവൻ സമ്മതിക്കില്ല കേട്ടോ. അവൾ തീരെ സമ്മതിക്കില്ല. കാരണം ഭയങ്കര നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ എണീറ്റിട്ട് വീണ്ടും ഒന്ന് വീണ പോലെ എടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും പോയി എടുക്കണം. കാണുന്ന വരെ എണീക്കുക വീഴ അതായിട്ട് അവൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ സാരല്ല പൊന്നെ ഇവിടെ മോളല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടച്ചൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് കൈ കഴുകിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ കൈ കഴുകൽ മേലെഴുകൽ കുളിക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കലല്ലോ മെയിൻ. അവളെ ഹോബി തന്നെ വെള്ളത്തിൽ കളിക്കലാണ്. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അപ്പോൾ മൂപ്പരാൾ കഴുകാനെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടിപ്പോന്നു കേട്ടോ. എന്നിട്ട് നേരെ ഞങ്ങൾ ചാവക്കാട് നേരെ നടന്നപ്പോൾ ആദമിന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദമിന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു അവന് കഴിക്കില്ല, അവനക്ക് ഇഷ്ടമാവില്ല. പിന്നെ ഇപ്പോൾ എന്തിനാ വെറുതെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അവന് വേറെ എന്തെങ്കിലും ഈ ഓറഞ്ച് ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചക്രമത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചു, സ്ട്രോബെറി മേടിച്ചു കേട്ടോ. സ്ട്രോബെറി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്ട്രോബെറി മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് 2 ഷവർമ പാർസലും മേടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ലൈം ജ്യൂസും മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ചാവക്കാട് ബസ് വന്നപ്പോൾ അതിൽ കയറി ടാറ്റ ബൈ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറുന്നിട്ട് നേരെ ഇനി നമ്മളത് ചാവക്കാട് നമ്മൾ മുത്തമാനോട്ട് നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മളെ തൊട്ടടുത്ത് ഇരിക്കുന്ന 2 ചേച്ചിമാർ കപ്പലണ്ടി കഴിക്കേണ്ടിരുന്നു കേട്ടോ. അപ്പോൾ മോളെ എൻ്റെ മടിയിലുണ്ട്, ആദം നമ്മളെ തൊട്ടടുത്തുണ്ട്. എല്ലാ ബേബി ഒരാളെ വെറുതെ വിടില്ല കേട്ടോ. അവളെല്ലാവരായിട്ടും നല്ല കമ്പനി ആവുകയും ചെയ്യും. എല്ലാവരോടും ഭയങ്കര ഓപ്പണായിട്ട് ഭയങ്കര ആൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവൾ ഭയങ്കര നല്ല എന്താ ഇപ്പം ഞാനായാലും അവളെ അപ്പിച്ചായാലും എല്ലാവരായിട്ടും പെട്ടെന്ന് കമ്പനി ആവുന്ന ടൈപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം അത് കുറച്ചൊരു ഇതാണ് ഒന്ന് സെറ്റ് ആവണം അപ്പോൾ അവൾ ഇതാവണം. പക്ഷേ എല്ലാം അങ്ങനെയല്ല. എല്ലാവരായിട്ടും അവൾ ഭയങ്കരമായിട്ട് കമ്പനി ആവട്ടെ. പെട്ടെന്ന് എല്ലാവർക്കും ചാറ്റ് കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയും കൊഞ്ചിക്കുകയും എല്ലാവരായിട്ടും എന്താ പറയാൻ പറ്റുന്ന ഭാഷയിലൊക്കെ അവൾ സംസാരിക്കും കേട്ടോ. അവളെല്ലാവരായിട്ടും നല്ല കമ്പനിയാവും. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർസ് വിളിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കേട്ടോ. തന്നെ ഹെൽത്ത് ഉണ്ടാവണം, നടക്കണം, മനസ്സിലായോ? നടക്കാതെ പാമ്പ് പിടിച്ചാലോ? പാമ്പ് പിടിക്കണ്ട ഞാൻ നിന്നെ നോക്കിക്കൊണ്ട് ഓക്കെ അല്ലേ? ഒരു പാമ്പ് കടിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പാമ്പ് കടിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? കുത്തിക്കൊന്നാലോ? ആര് പാമ്പാ? പാമ്പ് കുത്തിയാലോ? ഒരു പാമ്പ് കുത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പാമ്പ് കുത്തണ്ട അല്ലേ? എന്നാ കുത്തിക്കോട്ടെ. എന്തോ എന്തായാലും വേണ്ടില്ല. വൈദ്യുതി അവിടെ തുറന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് ദിവസമായി വൈദ്യുതി അവിടെ കൊണ്ടുപോകണം വെച്ചാൽ എനിക്ക് തീരെ വിശപ്പില്ല. അപ്പം നമുക്ക് വിശപ്പിനുള്ള കഷായം മേടിക്കണം. കുറേ ദിവസമായി വൈദ്യുതി കാണണം എന്ന് വിചാരിക്കണം. അപ്പം ഇന്നിവിടെ തുറന്നിട്ടുണ്ട്. വാടാ. അതെ നമ്മൾ ആദമിനും എനിക്കുള്ള വൈദ്യുതി അവിടെ വരും പറഞ്ഞിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് ആദമിനും ഒരു കഷായം എഴുതിയിട്ടുണ്ടായി, എനിക്കും 2 മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ക്ഷീണത്തിനും തളർച്ച ഭയങ്കര തീരെ വയ്യ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ വൈദ്യുതി അവിടെ പോയിട്ട് ഞാൻ മരുന്ന് കഴിച്ചിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാലും ഇനി ഓരോന്നും കൂടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെത് എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കുള്ളതും മേടിച്ചു എന്തായാലും. അപ്പോൾ ആദമിനും ഉള്ള മരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈദ്യുതി അവിടെയാണ് പോവാട്ടോ. ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മിക്കതും വൈദ്യുതി അവിടെയാണ് ഞാൻ പോവാറ്. ആദമിനും എല്ലാവരും ഞാൻ വല്ലാണ്ടാണ് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല. ഞാൻ വൈദ്യുതി അവിടെയാണ് കൊണ്ടുപോകാറ്. അപ്പം നമ്മളെ വീട്ടിലെത്താനായിട്ടോ ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ ഇറക്കി. അപ്പോൾ ആദമിനാണെങ്കിലോ ഓട്ടോറിക്ഷയ്ക്ക് വരാൻ മുട്ടിയിട്ട് നടക്കണം കേട്ടോ. കാരണം ഞാൻ ഈ കവറൊക്കെ പിടിച്ചിട്ട് എങ്ങനെ വരാനും വെച്ചേ ഞാൻ പിടിച്ചോണ്ട് തന്നെ പറ്റില്ല. അവനക്ക് പിടിക്കുകയും വേണം, എന്നാലും അവന് ഓട്ടോറിക്ഷ കയറി വേണം. പിന്നെ അവനെ ബസ്സിൽ പോകാനിപ്പോൾ എന്താണെന്ന് വെച്ചു അവൻ അപ്പോൾ ആള് പറഞ്ഞത് ബസ് വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തില്ലല്ലോ ഉമ്മച്ചിയെ, വീട്ടിലാക്കി തരില്ലല്ലോ, ഓട്ടോറിക്ഷ ആകുമ്പോൾ വീട്ടിലാക്കി തരും എന്ന്, നമുക്ക് നടക്കണ്ടല്ലോ എന്നൊക്കെ മൂപ്പരാൾ പറഞ്ഞ ഡയലോഗാണ് കേട്ടോ അതൊക്കെ. എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഇപ്പോൾ പണിപ്പോൾ ആളില്ലേ നടന്നിട്ട്. എനിക്ക് ഇപ്പോൾ മൂപ്പരാൾ ചെറിയ വർത്താനമൊന്നുമില്ല, മൂപ്പരാൾ വലിയ വർത്താനങ്ങളാണ് നമ്മൾ ആദമിൻ്റെ വായിലിട്ട്. ഇപ്പോൾ മാഷാല്ലാ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. നമുക്ക് എന്ത് വിഷമമായാലും എന്ത് സിറ്റുവേഷൻ നിൽക്കലാണെങ്കിലും അവൻ്റെ ഓരോ വർത്താനങ്ങളും അവൻ്റെ ഓരോ കാട്ടികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ആളെ വർത്താനൊക്കെ സ്കൂളിലൊക്കെ പോകണമെങ്കിലോ. അപ്പോൾ പിന്നെ മൂപ്പരാൾ ഭയങ്കര മാഷാല്ലാ എന്താ പറയുക, ഞാനെന്നാ ശരി ഇവനെന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കും. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ടിരിക്കുമ്പോൾ എന്തിനും ഉമ്മച്ചി വിഷമിക്കണം, ഞാനില്ല ഉമ്മച്ചിക്ക് എന്നൊക്കെ പറയും.
അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം. മാഷാ മാഷാ, എന്താ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. അതൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ ലേറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ അവർ ഇക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അവരവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് വാതിൽ തുറക്കുകയാണ്. കാരണം എന്താ പറയുക, ആദമും എല്ലാം കൊച്ചൊക്കെ ചെരുപ്പൊക്കെ ഊരി അവരിഷ്ടത്തിന് അവരങ്ങനെ മെല്ലെ വരും കേട്ടോ. പക്ഷേ എനിക്കൊന്ന് കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വന്നപ്പോൾ തന്നെ ഉപ്പപ്പാക്കും ഉമ്മാക്കുള്ള ഷവർമ്മ വേഗം കവറിൽ നിന്ന് എടുത്തു കൊടുത്തു. പിന്നെ അവൻ്റെ ഫേവറേറ്റ് സാധനമായത് അവൻ്റെ സ്ട്രോബെറി. ആദ്യമൊന്നും അവൻ അങ്ങനെ സ്ട്രോബെറി കഴിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ അവനക്ക് ഇഷ്ടമായി. ആദ്യം എനിക്ക് വല്ലാണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയണ്ടിയിരുന്നില്ലല്ലോ. പിന്നെ അവൻ അങ്ങനെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവനും സ്ട്രോബെറി കഴിക്കിയിട്ട് നേരെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യമും കഴിക്കാൻ തന്നു. പിന്നെ സ്കൂളിലേക്ക് എടുത്തേക്കണം, എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ എടുത്ത് വെച്ചു കേട്ടോ. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തന്നെ മൂപ്പരാൾ തന്നെ അത് ഫുള്ള് എടുത്ത് കഴിച്ചു. ഉമ്മച്ചിയെ ഒരെണ്ണം, പിന്നെ കഴിച്ചിട്ട് ഉമ്മച്ചിയെ ഒരെണ്ണം കൂടി ഉമ്മച്ചി, അങ്ങനെ പറഞ്ഞിട്ട് 4 മൂപ്പരാൾ എടുത്ത് വെച്ചാൽ 4 പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിച്ചിട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ എല്ലമ്മോൾക്കും ഇഷ്ടമായിട്ട. എല്ലമ്മോൾ ഫസ്റ്റ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ വലുതായിട്ട് ഞാൻ അങ്ങനെ അവൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ സ്ട്രോബെറി ഒന്നും. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ട് അവൾ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.